ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. റോമാലേഖനം 11 അധ്യായം അതിൻ്റെ 13 മുതലുള്ള ഭാഗങ്ങളിൽ, എന്നാൽ ജാതികളായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ജാതികളുടെ അപ്പോസ്തലനായിരിക്കാൻ ഞാൻ എൻ്റെ സ്വജാതികൾക്ക് വല്ല വിധേനയും സ്പർദ്ധ ജനിപ്പിച്ച് അവരിൽ ചിലരെ രക്ഷിക്കാമെങ്കിലോ എന്ന് വച്ചു തന്നെ ഞാൻ എൻ്റെ ശുശ്രൂഷയെ പുകഴ്ത്തുന്നു. അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായി എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പിനല്ലാതെ എന്താകും? പൗലോസ് തൻ്റെ സ്വന്തം ജനത്തോടുള്ള സ്നേഹം ഇവിടെ പറയുകയാണ്. എന്നാൽ ജാതികളായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ജാതികളുടെ അപ്പോസ്തലനായിരിക്കാൻ ഞാൻ എൻ്റെ സ്വന്തം ജാതിക്കാർക്ക് വല്ല വിധേനയും സ്പർദ്ധ ജനിപ്പിച്ച് അവരിൽ ചിലരെ രക്ഷിക്കാമെങ്കിലോ എന്ന് വെച്ച് തൻ്റെ കൂടെയുള്ള നഷ്ടപ്പെട്ടു പോകുന്ന, നാശത്തിലേക്ക് പോകുന്ന ആത്മാക്കളെക്കുറിച്ചുള്ള ഒരു ഭാരം പൗലോസിൻ്റെ ഉള്ളിൽ കത്തിയിട്ട്, ജാതികളുടെ അപ്പോസ്തലനായിരിക്കുമ്പോൾ തന്നെ ദൈവം വിളിച്ചതും വേർതിരിച്ചതും തൻ്റെ ജീവിതത്തിനകത്ത് സന്നിധി സംഘത്തിൻ്റെ അംഗമായിരുന്ന, ബെന്യാമീനായിരുന്ന, ഇസ്രായേലിനായിരുന്ന തന്നെ ദൈവം വിളിച്ചതും ഉപയോഗിക്കുന്നതുമൊക്കെ സ്വജനത്തിന് സ്പർദ്ധ ജനിപ്പിക്കാൻ പാകത്തിന് അങ്ങ് വെളിപ്പെടുത്തുകയാണ്. പ്രിയരെ, ഒരു ആത്മഭാരമുള്ള ഒരു അപ്പോസ്തലൻ, ജാതികളുടെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന പൗലോസ് ജാതികളോട് പറയുകയാണ്, ഞാൻ എൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് പുകഴുന്നത്, ഞാൻ അഹങ്കരിക്കുന്നതല്ല, ഞാൻ പ്രശംസിക്കുന്നതല്ല. ഇത് കേട്ടിട്ടെങ്കിലും എൻ്റെ സ്വജാതിക്കാർ, എൻ്റെ സ്നേഹിതർ ഈ സത്യസുവിശേഷത്തിലേക്ക്, ഈ മഹത്തായ സന്തോഷത്തിലേക്കും പ്രവേശിക്കാൻ വേണ്ടി, അവരുടെ ഹൃദയത്തിൽ സ്പർദ്ധ ജനിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്നെ പുകഴ്ത്തുകയാണ്. പ്രിയരെ, ജീവിതത്തിനകത്ത് താഴ്മ ധരിക്കുന്ന, എളിമ ധരിക്കുന്ന, ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഒരു അപ്പോസ്തലൻ, കർത്താവിനെ മാത്രം ഉയർത്തുന്ന, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന പൗലോസ് ഈ ഭാഗത്ത് പറയുകയാണ്, അവരിലൊന്ന് സ്പർദ്ധ ജനിപ്പിക്കാൻ ഞാൻ എൻ്റെ ശുശ്രൂഷയിൽ പുകഴുന്നു. അർത്ഥം എന്തുവാണ്? ജീവിതത്തിനകത്തൊരു മനുഷ്യനെ നേടാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ ഇറങ്ങി നിൽക്കുന്ന ഒരു സുവിശേഷകൻ. ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്തും പ്രിയരെ, മറ്റുള്ളവരെ ക്രിസ്തുവിന് വേണ്ടി നേടുവാനുള്ള ഒരു ആത്മഭാരമുണ്ടാകുവാൻ, അങ്ങനെ ഒരു കൃപ നമ്മുടെ മേൽ സ്വർഗം അയക്കേണ്ടതിന് പ്രാർത്ഥിച്ച് വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.